ഹലോ, വെൽക്കം ബാക്ക് ടു പാർവതി സന്തോഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുട്ടി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാനൊന്ന് പുറത്ത് പോകാൻ നിൽക്കുവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച പെട്ടെന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. അപ്പം ഞാൻ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്പിൾ ഒരു മേക്കപ്പാണ്, ഹെവി മേക്കപ്പ് ഒന്നുമില്ല. കാഷ്വലായിട്ട് നമ്മൾ ചുമ്മാ ഒന്ന് പുറത്ത് പോവാണ് കറങ്ങാനായിട്ട്. അപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ആദ്യം ഞാൻ എന്താ പറയുക, മോയ്സ്ചറൈസർ എടുത്തു. നമ്മുടെ ബയോസിൽക്കിൻ്റെ മോയ്സ്ചറൈസർ തന്നെയാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. അതാണ് എനിക്കിഷ്ടം. അതെടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഹൈഡ്രേറ്റിംഗ്, നല്ല രീതിയിൽ നമ്മുടെ ഫേസ് ഹൈഡ്രേറ്റ് ആവുന്നത് പോലെ നമ്മൾ ഇട്ട് കൊടുക്കുക. ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓൾറെഡി എൻ്റെ ലിപ്പിൽ ഈ ഒരു എന്താ പറയാ, ബേഴ്സ് ബീസ് എന്ന് പറയുന്നതിൻ്റെ ഈ ഒരു ഇത് ലിപ് ബാം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഈ ലിപ് ബാം എന്റേതല്ല, എൻ്റെ കസിൻ്റെതാണ്. ഇത് ഇവിടുത്തെ ബ്രാൻഡ് അല്ല. എനിക്ക് തോന്നുന്നു ഇത് അമേരിക്ക എവിടുന്നോ കൊണ്ടുവന്നതാണ്. പുറത്ത് ചേച്ചിയുണ്ട്. അപ്പോൾ അവളുടെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതല്ല, ഞാൻ യൂസ് ചെയ്തത്. പക്ഷെ നല്ല ലിപ് ബാം ആണ് കേട്ടോ. പോമോഗ്രാനൈറ്റിന്റെ ഒക്കെ ഫ്ലേവർ ഉള്ള ഒരു ലിപ് ബാം ആണ്, നല്ല ലിപ് ബാം. അപ്പം ഞാൻ അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം. സ്കിൻ ഓഫറിന്റെ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ സൺസ്ക്രീൻ ഇടാണ്. നമുക്കിപ്പോൾ പല ക്ലൈമറ്റ് ആണല്ലോ. ചിലപ്പോൾ ഭയങ്കര മഴയായിരിക്കും, ചിലപ്പം ഭയങ്കര വെയിലായിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പം നല്ല വെയിലാണ്. അപ്പം ഞാൻ നല്ല പുറത്തോട്ട് പോകുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ സൺസ്ക്രീൻ അപ്ലൈ ഇടുന്നുണ്ട്. കാര്യം ഒരു രക്ഷയില്ല, ഇന്നിവിടെ മഴ എന്ന സാധനമേ ഉണ്ടായിരുന്നില്ല. അപ്പം നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. അപ്പം ഞാൻ നന്നായിട്ട് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് കുറച്ച് സ്ഥലത്തൊക്കെ പോവാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നല്ല രീതി കുറച്ച് അധികം എടുത്ത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഫേസിൽ, നെക്കിൽ ഞാൻ അപ്ലൈ ചെയ്തു. ബാക്കി വന്നത് ഞാൻ കയ്യിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഫേസ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. അതായത് നമ്മുടെ മെയിൻ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇട്ടു. കാണാമല്ലോ അല്ലേ? ഇനി പ്രത്യേകിച്ച് അങ്ങനെ ഹെവി മേക്കപ്പ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ ലാക്മിയുടെ ലൂമിനെ ക്രീമാണ് ഇനി ഇടുന്നത്. അത് ഞാൻ കുറച്ച് എടുക്കുവാണ്. അത് മാത്രമേ ഉള്ളൂ ഞാൻ മേക്കപ്പ് എന്ന് പറയാനായിട്ട് എടുക്കുന്നത്. എടുത്തിട്ട് ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാണ്. ഇത് നമുക്ക് എന്താ പറയുക, ഒരു നാച്ചുറൽ ഗ്ലോയും തരും. എന്നാൽ മേക്കപ്പ് ഇട്ടിട്ടുണ്ടെന്നുള്ള എഫക്റ്റ് വേണ്ടതാണ്. നമുക്ക് അങ്ങനെ ഹെവിനെസ്സും വേണ്ട. പക്ഷെ നമുക്കൊരു പുറത്തൊക്കെ പോകുമ്പോൾ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ ഇത് തന്നെ ധാരാളമാണ്. അപ്പം നമ്മൾ വേണ്ടേ അത് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഐബ്രോസ് ആണ്. ഓൾറെഡി എൻ്റെ ഐബ്രോ കോംബ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ആദ്യം ഞാൻ ഈ ഒരു ഐബ്രോ പെൻസിൽ വെച്ച് ഞാൻ ഐബ്രോ എഴുതാണ്. ഇത് ഏത് ബ്രാൻഡ് എന്നൊന്നുമില്ല, ഇതൊരു നോർമൽ ഐബ്രോ ആണ്. ബ്ലാക്ക് കളറാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ സൈഡിൽ നിന്ന് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, എഴുതാൻ പാടില്ല. കാര്യം കട്ടിയായിട്ട് എഴുതി കഴിഞ്ഞാൽ കുറച്ച് വൃത്തികേടായിരിക്കും. അപ്പം ഞാനത് എഴുതി കൊടുത്തിട്ടുണ്ട്. ഐബ്രോ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് മറ്റേ നോർമലി യൂസ് ചെയ്യുന്ന ഐബ്രോ പെൻസിലിന്റെ പാലറ്റാണിത്. അപ്പം ഞാൻ അതിൽ നിന്ന് ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് എനിക്ക് ഇങ്ങനെ കണ്ണിന്റെ മുകളിൽ ഞാൻ ജസ്റ്റ് ഒരു ഐ ഷാഡോ പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണ്. കാരണം എനിക്കവിടെ കുറച്ച് ഡാർക്ക്നെസ് ഉണ്ടായതുകൊണ്ട് അതൊന്ന് സട്ടിലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ബ്രൗൺ കളർ എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ ഇതിൽ നിന്ന് ആ ഒരു ബ്രഷ് എടുത്തിട്ട് ഒന്നും കൂടി ഞാൻ കോംബ് ചെയ്ത് കൊടുക്കാണ്. നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പിൽ എന്താ പറയാ, ഒന്നും കൂടി ഒന്ന് നമുക്ക് ടച്ച് ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുന്നത്, ഈ ഐലൈനർ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ മസ്കാര ആയിട്ട് ഇട്ട് കൊടുക്കാം. എൻ്റെ മസ്കാര മിസ്സിംഗ് ആണ്. ഞാൻ പുതിയ മസ്കാര മേടിച്ചില്ല. അപ്പം അതുവരെ നമുക്ക് ഇത് വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേസിക് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ മൊത്തത്തിലൊന്ന് ഡ്രസ് ചെയ്തിട്ട് മൊത്തത്തിലൊന്ന് ആക്സസറീസ് ഒക്കെ ഇട്ടിട്ട് വരാം. ഓക്കെ, അപ്പം ഞാൻ മുടിയൊക്കെ കെട്ടി ഇതുപോലെ ചെറിയൊരു കമ്മൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വേറൊന്നും ചെയ്തില്ല. പിന്നെ കയ്യിലതേ ഒരു വാച്ച് ഇട്ട് കൊടുത്തു.
ഇനി ഞാൻ അതിൻ്റെ കൂടെ ഈ ഒരു ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ എന്താ പറയുക, അതിൻ്റെ കൂടെ മാച്ചിങ് ആവുന്നൊരു ബാൻഡ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ ഈ ലിപ്പ് ലൈനർ വെച്ചിട്ട് ലിപ്പ് ലൈൻ ചെയ്യുന്നത്, കാരണം ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കേൾക്കും കേട്ടോ, അപ്പുറത്ത് വീട്ടില് TV ഒരെണ്ണം ഇട്ടേക്കുന്നതിന്റെ സൗണ്ടാണ്. അപ്പോൾ ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ പുറത്തൂടെ നമുക്ക് വേറൊരു കളർ അപ്ലൈ ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ലാക്മിയുടെ ഒരു ബ്രൗൺ കളർ ഷെയ്ഡാണ്. ഇതിന്റെ ഷെയ്ഡിന്റെ പേര് എനിക്കറിയില്ല, ഒരു ബ്രൗൺ ഷെയ്ഡാണ്, കറക്റ്റ് ഒരു ബ്രൗൺ ആണ്. അത് ഇട്ട് കൊടുക്കുകയാണ്. ബ്രൗൺ ഷെയ്ഡ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ ലാക്മിയുടെ 25 ഷെയ്ഡ് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തു. ഇനി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. നമുക്കിനി പൊട്ട് ഇട്ട് കൊടുക്കാം. ആക്ച്വലി ഞാൻ എൻ്റെ പൊട്ട് കളഞ്ഞു പോയപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഞാൻ കസിൻ്റെ വീട്ടിലാണ്, അവളുടെ കയ്യിൽ അവൾ വലിയ പൊട്ടാട്ടോ വെക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ പൊട്ട് വെച്ച് വലിയ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട്, പക്ഷെ നമുക്ക് ഇന്ന് ഈ ഒരു പൊട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, നല്ലൊരു സിമ്പിൾ ലുക്കാണ്. ഇതാണ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറയാം. ഇതാണ് ലുക്ക്. ഞാൻ പുറത്തു പോകുന്നൊരു സിമ്പിൾ ലുക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ മേക്കപ്പ് ട്രൈ ചെയ്ത് നോക്കാം. മേക്കപ്പ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. പിന്നെ ഞാൻ അക്സസറൈസ് ചെയ്തേക്കുന്നു വാച്ചും ഈ ഒരു ബാൻഡും, പിന്നെ സെയിം കളറിൽ സിൽവർ കളറിലെ ഒരു ഹൂബ്സ് ഇട്ട് കൊടുത്തു. പിന്നെ ഇപ്പം കണക്ക് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു. പിന്നെ ഒരു ലൂമിനേറ്റ് ക്രീം അപ്ലൈ ചെയ്തപ്പോഴാണ് കണ്ടോ എനിക്ക് നാച്ചുറലി എൻ്റെ ഫേസിൽ ഞാൻ വേറൊരു മേക്കപ്പ് ഇട്ടിട്ടില്ല, ആ ഒരു ഇതുണ്ട്. പിന്നെ എനിക്കറിയാം എൻ്റെ മുടി ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ നോർമലി മുടി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഓവറോൾ ലുക്ക് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പിക്കായിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഓവറോൾ ലുക്ക്. ഇതാണ് ഒരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.